ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പം എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം ചെമ്മീൻ നന്നാക്കി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു 5-6 ചുള വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ലേശം പെരിഞ്ചീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അങ്ങനെ ചതച്ചെടുത്തതാണ്. ഇടിക്കല്ലുണ്ടെങ്കിൽ ഇടിക്കല്ലിൽ ചതച്ചെടുത്താലും മതി. എന്നിട്ട് അതും പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ക്രഷ് ചില്ലി ഫ്ലക്സ് ഒരു ടീസ്പൂണ്. എന്നിട്ട് അതിലോട്ട് ഈ ചെമ്മീൻ ഇട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഞാൻ ലേശം കറിവേപ്പിൻ്റെ ഇല കയ്യിലുള്ളതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നാക്കി മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. അതിലും കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് മാറ്റി വെക്കുക. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓയിലാണ് ഒഴിച്ചത്. അപ്പം എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചത്. അപ്പം നിങ്ങൾ കഴിയുന്നതും വെളിച്ചെണ്ണയിൽ പൊരിക്കാൻ ശ്രമിക്കാൻ നോക്കുക. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് നാടൻ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ വീട്ടിലൊക്കെ ആട്ടിയെടുക്കണ എണ്ണയില്ലേ, അതിലൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ പൊരിച്ചെടുക്കാൻ നോക്കുക എല്ലാവരും. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ചെമ്മീൻ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ചെമ്മീൻ എന്നല്ല, ഈ മസാലയിൽ കൂന്തൾ, കല്ലുമ്മക്കായ, പിന്നെ വേറെ വലിയ ഫിഷ്, എല്ലാ മീനും ഈ മസാലയിൽ ചെയ്ത് നോക്കണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ വരെ ഈ മസാല ഇട്ട് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഈ മസാലയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെമ്മീനിപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്, സെർവ് ചെയ്യാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ സൗണ്ടൊക്കെ കേൾക്കണതിൻ്റെ മോളാണ് കേട്ടോ. ഓളിവിടെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. ഓളെ സൗണ്ടാണ് കേൾക്കണത്. അപ്പോൾ ചെമ്മീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം, പൊറോട്ടൻ്റെ ഒപ്പം, എല്ലാ ഫുഡിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. ബിരിയാണിക്കൊപ്പം, നെയ്ച്ചോറിൻ്റെ ഒപ്പം ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ശരി, അസ്സലാമു അലൈക്കും.